തമ്മിൽ കണ്ടതുപോലെ തന്നെ നമ്മളിന്ന് ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഈ വാള് നമ്മളിന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പോകും. ഈ ഗിറ്റാറില്ലേ, ഈ ഗിറ്റാർ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതിന്റെ ഷോർട്സ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഉണ്ടാക്കണം എന്നുള്ളൊരു ഷോർട്സ് കണ്ടിട്ട് പോയി ഉണ്ടാക്കി. ഗിറ്റാർ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തുടങ്ങി ഞാൻ വിചാരിച്ചതാണ് ഈ വാള് ഡെക്കറേറ്റ് ചെയ്യാൻ. കാരണം ഞാൻ ഇത് കാണിച്ചു കൊടുക്കണവരൊക്കെ പറഞ്ഞത് ഇത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ വരച്ച് വെച്ചേക്കണ പോലെ ഉണ്ടെന്ന്. കുറേ ഫോട്ടോസൊക്കെ പ്രിന്റ് എടുക്കാൻ വേണ്ടി ഞാൻ സെറ്റാക്കി വെച്ചതായിരുന്നു. കണ്ട പ്രിന്റ് എടുത്ത് ഒട്ടിക്കാന്ന് പറഞ്ഞ എൻ്റെ മൈൻഡ്. പിന്നെ ഇന്ന് ഞായറാഴ്ചയായി, പിന്നെ പ്രിന്റ് കടൊന്നും തുറന്നിട്ടില്ല. നമുക്കപ്പോൾ ഇതെങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണമെന്ന് കണ്ടാലോ. എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ വരച്ചെടുക്കണം, കുറച്ചൊക്കെ ഉണ്ടാക്കിയെടുക്കണം. ആൻഡ് നമ്മുടെ അടുത്ത് കുറച്ച് കവറുകളുണ്ട്. ഓഫീസിലുണ്ടായ കുറേ കവറുകളൊക്കെ നമ്മൾ പെറുക്കിയെടുത്തിട്ട് വന്നത്. ഇതിനുള്ളിൽ ഒരു ഗിറ്റാറൊക്കെ ഇരിക്കുന്നത്. ഞാൻ വിചാരിച്ച് എന്താ ഇങ്ങനത്തെ കുറേ കവറുണ്ട് എൻ്റെ അടുത്ത്. നമ്മൾ വിചാരിച്ച് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് ഒട്ടിക്കാം, ന്യൂസ് പേപ്പറിൽ ഡ്രോയിങ്സ് ഒക്കെ വരക്കാം. അതൊക്കെയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്ലാൻ. അങ്ങനെ നമ്മൾ ആയുധങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, നമ്മളിത് അതിൻ്റെ ഉള്ളിലുള്ളൊരു ഇത് എഴുതിയെടുത്തിട്ടുണ്ട്. ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കത്രികയും വെച്ച് കീറുന്നതിനേലും ഇച്ചിരി കൂടെ എസ്തെറ്റിക് ലുക്ക് കിട്ടും നമ്മളിങ്ങനെ കൈ വെച്ച് കീറും. പ്രത്യേകം ശ്രദ്ധിക്കാൻ നമ്മൾ എഴുതിയത് കീറി പോയത് എസ്തെറ്റിക് ചെയ്യാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ നേരത്തെ കവർ ഗിറ്റാറൊക്കെ നമ്മൾ നേരത്തെ വെട്ടിയെടുത്ത് ഈ ചേച്ചിനെ ഇഷ്ടപ്പെട്ട് നമുക്കിത് ചേച്ചിനെ വെട്ടിയെടുക്കാം. വേറൊരു കാര്യം പറഞ്ഞുതരാം. ഈ പേപ്പർ ഉണ്ടോ, ജസ്റ്റ് ന്യൂസ് പേപ്പർ ഇങ്ങനത്തെ സ്ക്വയർ ഈ റെക്റ്റാങ്കിൾ ബാഗ് കൊടുത്തിട്ട് ഇതിങ്ങനെ ഇങ്ങനെ വെക്കുന്നത്. ഇങ്ങനത്തെ നമുക്ക് ഇങ്ങനത്തെ ബാഗ് ബോർഡറിൻ്റെ അവിടെ സെറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ കീറി എടുത്തതിൻ്റെ ബാക്കിൽ ഈ ഭാഗമില്ലേ, ഈ ഭാഗത്ത് നമുക്കിനി കുറച്ച് പടം വരച്ചു. ഡ്രസ്സൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇതിലും കൂടെ 2 പടം വരച്ചിട്ടുണ്ട്. അത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറേ റെഫറൻസ് ഒക്കെ നോക്കിയെന്നറിയില്ലേ. അപ്പോൾ ഞാൻ കണ്ട 2 സാധനങ്ങളൊന്നും മറ്റേ ഇങ്ങനെ വെക്കണ ഹെഡ്ഫോൺസ് അതൊക്കെ തൂക്കിടാൻ എൻ്റെ അടുത്തില്ല. പിന്നെ കണ്ടത് CD. നമുക്ക് CD ഇല്ലാത്തതുകൊണ്ട് നമുക്ക് CD-യുടെ പ്രിൻ്റ് എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. നമുക്കത് വരച്ച് എടുക്കാം. വരച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഐഡിയസ്. CD-യുടെ ഒരു ചായ പോലും വന്നില്ല. ബട്ട് നമ്മളൊന്നും വേസ്റ്റ് ആക്കില്ല. നമ്മൾ തളരില്ല ഗൈസ്, ഒന്നിലും നമ്മൾ തളരില്ല. അപ്പൊ നമ്മളത് സൂപ്പറായിട്ട് എല്ലാതും വെട്ടിയെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഗിറ്റാർ കിട്ടി, കുറെ നമ്മൾ എഴുതി കൊടുത്തു. താഴെ പോലെ ഇതൊക്കെ ഞാൻ വെറുതെ എഴുതി കൊടുക്കുമ്പോൾ തന്നെ ഭംഗിക്ക് എനിക്ക് കിട്ടി. ഞാൻ ഒരു ബട്ടർഫ്ലൈനെ വരച്ച് കാട്ടിത്തരാം. എനിക്ക് ഇഷ്ടപ്പെട്ട്. ഞാൻ വിചാരിച്ചില്ല നല്ലതാവും. സൂപ്പറായില്ലേ. നമുക്കിനി എങ്ങനെ ഒട്ടിച്ച് നോക്കാം. ഒട്ടിച്ച് കഴിയുമ്പോൾ അറിയാം ഇനി ഇതൊക്കെ സൂപ്പറാണ് എനിക്കോ ഇല്ലെന്ന്. സൂപ്പറാവുന്ന നമുക്ക് പ്രതീക്ഷിക്കാം. ഇതൊക്കെ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി എങ്ങനെയാന്ന് വെച്ചാൽ അതെ ഇതും വെച്ചിട്ടാണ്. ഇത് മധുരന് അത്ര നല്ല കാര്യമല്ല, ബട്ട് സാറല്ല നമുക്കിത് ഉൾച്ചളയണ്ട. ഉൾച്ചളയുമ്പോൾ പെയിന്റ് അടിക്കാനാകുമ്പോൾ മാത്രം ഇത് ഉൾച്ചളഞ്ഞാൽ മതി. ഓക്കെ, നമുക്കിത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പം എങ്ങനെയാണ് ഇത് ഒട്ടിക്കണമെന്നൊന്നും നമുക്ക് വലിയ പ്ലാനൊന്നും ഇല്ല. എന്നാലും നമുക്ക് എങ്ങനെയെങ്കിലും ഒട്ടിച്ച് കൊടുക്കാം. ഇവിടെ ഇങ്ങനെ മറഞ്ഞ് നിൽക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം പറയുന്നത്. അതുകൊണ്ട് നമുക്ക് അവിടെ ഇവിടെയൊക്കെ സാധനങ്ങൾ വേണ്ട സ്ഥലത്ത് നമുക്ക് നമ്മളിനി ഒട്ടിക്കാനുള്ള പൂവാണ്. നമുക്ക് അങ്ങനെ ചേച്ചിന് ഒട്ടിക്കാം. ബട്ടർഫ്ലൈ നമുക്ക് ഈ സൈഡിൽ ഒട്ടിക്കാനാണ് നല്ലത്. നമുക്ക് ഇത് ഒട്ടിക്കണം, ഇത് ഒട്ടിക്കണം, ഇത് ഒട്ടിക്കാം. ഹെഡ്ഫോൺ നമുക്ക് ഒട്ടിക്കാം, വേറെ ഒട്ടിക്കാം. റഷായിട്ട് ചെയ്യണം, അതാണ് എൻ്റെ ആഗ്രഹം. നിറച്ചിങ്ങനെ തിക്കിക്കൂടി ഫുൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അങ്ങനത്തെ നമുക്ക് നമ്മുടെ നേരത്തെ വെട്ടിയ ചേച്ചീനെ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ നമ്മളത് സെറ്റോൻ്റെ QR കോഡാണ്. എന്തായാലും നമുക്ക് ഇച്ചിരി എസ്തെറ്റിക്കിൽ കിട്ടാൻ വേണ്ടി QR കോഡിനെ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാണ് അപ്പം നമ്മുടെ ഫൈനൽ ലുക്ക്. നേരത്തെ കണ്ട ആ ഗിറ്റാർ ഒറ്റപ്പെട്ട് നിൽക്കണ ആ ഒരു ഇതിനെക്കാട്ടും ഭയങ്കര എസ്തെറ്റിക് അടിപൊളിയായിട്ടില്ല. ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇഷ്ടപ്പെട്ടു. നല്ല സൂപ്പറായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വെറും വേസ്റ്റ് പേപ്പർ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഇത്ര സെറ്റാക്കി എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവാം. ഓക്കെ, ബൈ.